അമേരിക്കയുടെ ചുങ്കപ്രഹരങ്ങൾക്കിടെ ഇന്ത്യ ചൈന ബന്ധം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമം തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം ചൈന സന്ദർശിക്കും. ഇക്കാര്യമാണ് ഇന്ന് 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ്. ഒരു പത്രത്തിന്റെ തലക്കെട്ട് ഞാൻ വായിക്കായിരുന്നു. ഓർമ്മകളിലെ ചതിയൻ ചൈന, 58 വർഷം മുമ്പത്തെ ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ ഓർമ്മകളെ ഉറക്കി തട്ടപ്പാറക്കര സ്വദേശി എന്നൊക്കെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ചതിയൻ ചൈന വീണ്ടും ചങ്കര ചൈന ആവുന്നതും മൈ ഫ്രണ്ടും മൈ എനിമി ആവുന്നതും ഒക്കെ നയതന്ത്ര രംഗത്തെ ഒരു നിശ്ചയമിൽ ഒന്നിനും എന്ന അവസ്ഥയാണോ ദിലീപ് കുമാർ? ഗുഡ് മോർണിംഗ് ഹാഷ്മി. സ്മിത, ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ചൈനയെ വിശ്വസിക്കാമോ എന്ന കാര്യത്തിൽ പല ആശങ്കകളുമുണ്ട്. കാരണം മുൻ അനുഭവങ്ങളൊക്കെ പലപ്പോഴും ചൈന നിർണായക സമയത്ത് ഇന്ത്യയെ ചതിച്ചിട്ടുള്ള അനുഭവങ്ങളും മുന്നിലുണ്ട്. പക്ഷേ ലോകം മാറുകയാണ്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെയധികം മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ രാജ്യങ്ങൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് രാജ്യങ്ങളും സന്നദ്ധമാകുന്നു എന്നതാണ് ലോകക്രമം തന്നെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇന്ത്യയും അമേരിക്കയും വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ ബന്ധത്തിലൊന്നും ഒരു ഉലച്ചിലും തട്ടിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇന്ത്യക്കെതിരായി വലിയ തോതിലുള്ള ചുങ്കം താരിഫ് ഏർപ്പെടുത്തുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് മറ്റു മാർഗങ്ങൾ ആരായുക എന്നത് സ്വാഭാവികമാണ്. ഒരു പരമാധികാര രാജ്യമെന്ന നിലയിൽ ഇന്ത്യ അത്തരം വഴികൾ ആരായുന്നുമുണ്ട്. ഏതായാലും ചൈനയുമായുള്ള ബന്ധം അത് കൂടുതൽ മെച്ചപ്പെടുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ കഴിഞ്ഞ വർഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കസാനിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം അതിർത്തി ഏറെക്കുറെ ശാന്തമാണ്. അതിനു മുമ്പുണ്ടായിരുന്ന ഗാൽവനിലടക്കം ലഡാക്ക് മേഖലയിലടക്കം ഉണ്ടായിരുന്ന നേരത്തെ ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങളുണ്ടായിരുന്നു, സൈനിക നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളല്ല കഴിഞ്ഞ കുറച്ചു കാലമായി അതിർത്തിയിലുള്ളത്. അത് പാകിസ്ഥാനുമായുള്ള ഈ ഓപ്പറേഷൻ സിന്ദൂർ, ആ സമയത്ത് പോലും ചൈനയുടെ ആയുധങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ ചൈനയുടെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യയിലെത്തി. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയിരുന്നു. അതിനു മുമ്പ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായൊക്കെ അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. അത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നത് മാത്രമല്ല, ഈ മാസം അവസാനം ചൈനയിൽ ടിയാൻജിനിൽ നടക്കാൻ പോകുന്ന ഇന്ത്യ ചൈന ചർച്ചകൾ ഉണ്ട്. ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ ചർച്ചയിലും ഈ കാര്യങ്ങളൊക്കെ, ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്യും. ഈ ചർച്ചയോടുകൂടി രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുഗമമാകും. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വിമാന സർവീസുകൾ ചൈനയിലേക്ക് പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ രണ്ടു രാജ്യങ്ങളും കൂടുതൽ ബന്ധം ദൃഢമാക്കുക എന്ന നിലയിലേക്ക് നീങ്ങുകയാണ്. അത് നേരത്തെ അമേരിക്ക നേതൃത്വം നൽകുന്ന ക്വാഡ്, അതിൽ അംഗമാണ് ഇന്ത്യ. അതൊക്കെ ചൈന നേരത്തെ സംശയത്തോടു കൂടിയാണ് വീക്ഷിച്ചിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ റഷ്യയുമായി കൂടുതൽ അടുക്കുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യ കൂടുതൽ ഊന്നൽ നൽകുന്നത് എന്ന് തോന്നുന്നുണ്ട്. കാരണം ആ നിലയിലുള്ള ചർച്ചകളൊക്കെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായൊക്കെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നടത്തിയിരുന്നു. മാത്രമല്ല, റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൻ്റെ അളവ് ഈ അമേരിക്കയുടെ ഭീഷണിക്ക് പിന്നാലെ കൂടുതൽ വർദ്ധിച്ചിട്ടുമുണ്ട്. അത്തരമൊരു സാഹചര്യം ലോകരംഗത്ത് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്താൻ പോകുന്നതും. ഹാഷ്മി, സ്മിത. താങ്ക് യു ബി ദിലീപ് കുമാർ. ഞാൻ ആലോചിക്കായിരുന്നു, ഇനി ട്രംപ് അടുത്ത ദിവസങ്ങളിൽ ഒരു പോസ്റ്റ് ഇങ്ങനെ ഇടുവോ, ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്താനായി ഞാൻ ഇടപെട്ടു. അങ്ങനെയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് അവസ്ഥ. നയതന്ത്ര മേഖലയിൽ അങ്ങനെ തന്നെയാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ മാത്രം താല്പര്യമാണ്. നമ്മളെ മാത്രം താല്പര്യമാണ്. അമേരിക്കൻ താല്പര്യമാണ്. ചൈനയുടെ സ്വന്തം താല്പര്യമാണ്. അതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിബന്ധമായ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആരും തമ്മിലില്ല. എല്ലാവരും അവനവൻ്റെ താല്പര്യം മാത്രം നോക്കും. അത് തന്നെയാണ് ശരിയായ വഴി. അമേരിക്ക പേടിപ്പിച്ചാൽ നമ്മൾ ചൈനയ്ക്ക് ഇപ്പം പോകുന്നത് ഇപ്പോൾ പ്രശ്നം അല്ലേ? പേടിപ്പിക്കേണ്ട, അങ്ങനെ പേടിപ്പിക്കേണ്ട, അതാണ് സാധനം. ജിയോ പൊളിറ്റിക്സ് അങ്ങനെ മാറുകയാണ്. മൈ ഫ്രണ്ടും ഐക്യം പുനഃസ്ഥാപിക്കുക, അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ആരും പേടിപ്പിക്കാൻ വരണ്ട, അത് തന്നെയാണ്. ഏത് രാജ്യമായാലും ഈ രാജ്യത്തിന് വലിയ പാരമ്പര്യമുള്ള രാജ്യമാണ്. പണ്ട് തന്നെ 7ാം കപ്പൽപ്പടയോട് പോയി പണി നോക്കാൻ പറഞ്ഞ രാജ്യമാണ്. ഈ കാലത്ത് ഒന്ന് പേടിപ്പിക്കാൻ നിൽക്കരുത് ആരും, അല്ലേ?